നമസ്കാരം. പാമ്പുകടി മരണങ്ങൾ ഒഴിവാക്കാൻ 25 കോടി. എന്താണ് കീരിയെ? ഓരോ വീട്ടിലും കീരിയെ വളർത്തുമോ അതോ പാമ്പിനെ ബോധവൽക്കരിക്കുമോ അറിയില്ല. എന്തായാലും കേരളത്തിന് ഉതകുന്നതല്ല ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ. മാത്രമല്ല, ഈ കോടികളൊക്കെ തന്നെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ പദ്ധതി വിഹിതമൊക്കെ വെട്ടിക്കുറയ്ക്കും. 50%, 60% വെട്ടിക്കുറയ്ക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ളതിൻ്റെ 30-40% പദ്ധതികൾ മാത്രമായിരിക്കും കിട്ടുക. അതൊട്ട് നടപ്പിലാക്കുകയുമില്ല. കോടികൾ എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ കോടികളൊക്കെ തന്നെ ഏത് രീതിയിൽ ചെലവഴിക്കണം, എവിടുന്ന് ഈ കോടികൾ എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ബജറ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇത് ബജറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ ബജറ്റിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊന്നും കാര്യമായി പറയുന്നില്ല. കാരണം മാധ്യമങ്ങളിലൊക്കെ ധാരാളമായി വന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങളുടെ മറ്റ് വാർത്താശകലങ്ങളിലും ബുള്ളറ്റിനുകളിലും ഞങ്ങളുടെ സൈറ്റിലും ഒക്കെ തന്നെ കൃത്യമായി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞിട്ട് കാര്യവുമില്ല. പക്ഷേ ഇദ്ദേഹം ബജറ്റ് വായിച്ചത് ശ്രദ്ധിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ ഏതാണ്ട് ഒരേ സ്പീഡിൽ. സത്യം പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ പോലും കൃത്യമായി മനസ്സിലാകില്ല. ഇതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് കൊടുത്തതുകൊണ്ട് അവർ കൃത്യമായി വാർത്തകൾ നൽകി, കൃത്യമായി ലീഡ് ന്യൂസുകളൊക്കെ തന്നെ നൽകി. എന്തായാലും നല്ല കാര്യം തന്നെ. അപ്പം ഇങ്ങനെയാണോ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത്? ശ്രീ കെ എൻ ബാലഗോപാലിന്, അദ്ദേഹം ഇതിനു മുൻപ് MP ആയിരുന്നു, കാലങ്ങളായി SFI മുതൽ ഉയർന്നു വന്ന പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഒരു ബജറ്റ് അവതരിപ്പിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നൊക്കെ അറിയാം. എന്തായാലും നമ്മുടെ ഐസക് സാറ്, നമ്മുടെ കയറുപിരി ശാസ്ത്രജ്ഞൻ എന്ന പരിഹാസ രൂപേണ വിളിക്കുന്ന TM തോമസ് ഐസക് കവിതകളും കുമാരനാശാൻ്റെ കവിതകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചത് നമ്മൾ കണ്ടു. പെട്ടെന്ന് ഈ ബാലഗോപാലിൻ്റെ ബജറ്റ് അവതരണം കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ അവതരിപ്പിച്ച ബജറ്റാണ്. ആ ബജറ്റിൽ കുറേ കാര്യങ്ങൾ പറയും, പ്രതിപക്ഷത്തെ തെറി വിളിക്കും, ചീത്ത വിളിക്കും, കളിയാക്കും, കൂവും, എന്നിട്ടും കുറേ കാര്യങ്ങൾ പറയും. അന്ന് DMK-ക്കായിരുന്നു സഹമന്ത്രിസ്ഥാനം റെയിൽവേ. അപ്പം പ്രതിപക്ഷമായിരുന്ന BJP അടക്കം പറഞ്ഞു ഇത് പട്ന ചെന്നൈ ബജറ്റാണെന്ന്. ഉടനെ എണീറ്റ് നിന്ന് കുറേ ചീത്ത അങ്ങ് വിളിച്ചു, വായിക്കൊള്ളാത്ത കുറേ ചീത്ത അങ്ങ് വിളിച്ചു. എന്നിട്ട് പിന്നെയും ബജറ്റ് അവതരിപ്പിച്ച് തുടങ്ങി. ഒന്നും ആർക്കും മനസ്സിലായില്ല. അവസാനം എങ്ങനെയൊക്കെയോ ബജറ്റ് അവതരിപ്പിച്ച് തീർത്തു. ഇപ്പോൾ റെയിൽ ബജറ്റും യൂണിയൻ ബജറ്റും ഒക്കെ ഒന്നിച്ചാണ് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി ബജറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഈ ബാലഗോപാലിൻ്റെ ഈ സ്പീഡിൽ നൂറിൽ പോകുന്ന സ്പീഡ് കണ്ടപ്പോൾ പെട്ടെന്ന് ലാലു പ്രസാദ് യാദവിനെയാണ് ഓർമ്മ വന്നത്. ബാലഗോപാൽ ഒരു പാവമായതുകൊണ്ട് ആരെയും ചീത്ത വിളിക്കുകയോ ബഹളം കൂട്ടുകയോ ഒന്നും ചെയ്തില്ല. ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് ബജറ്റ് അവതരിപ്പിച്ച് അങ്ങ് തീർത്തു. പക്ഷേ പെട്ടെന്ന് കേട്ടിരുന്നവർക്ക് ആർക്കും കാര്യം മനസ്സിലായില്ല. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് വന്നു. എന്നാൽ പോലും ഒരു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണോ? ഏതായാലും ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ജനക്ഷേമകരമായ ബജറ്റ് എന്നാണ്. അപ്പം പ്രതിപക്ഷം കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്, BJP-യും ഒക്കെ തന്നെ. ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കൃത്യമായ ഒരു പ്ലാനിങ് വേണം. അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കാനും കൃത്യമായൊരു പ്ലാനിങ് വേണം. ഇതിപ്പോൾ ബജറ്റ് വായിക്കാനുള്ള പ്ലാനിങ് അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്ന് തോന്നുന്നു. നടപ്പിലാക്കാനുള്ള പ്ലാനിങ് പണ്ട് മുതലേ ഇല്ല CPM-ൻ്റെ ഓരോ ബജറ്റിനും. ശ്രീ KM മാണിയൊക്കെ, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിയൊക്കെ തന്നെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എത്ര കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ഒരു വേള അതിൽ പലതും നടപ്പിലായില്ല. എന്നാൽ പോലും ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ ഒരു ഭംഗിയുണ്ടായിരുന്നു, ഒരു കൗതുകമുണ്ടായിരുന്നു, ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. ഇത് കയ്യിൽ കിട്ടിയ പേപ്പറിലുള്ളതെല്ലാം ഉറക്ക വായിച്ച് ആർക്കാനും വേണ്ടി ഓക്കാനിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ധനമന്ത്രി എന്ന് പറയുന്നത് അത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഒരു മന്ത്രി അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൃത്യമായി കാര്യങ്ങൾ പറയണം. നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ വില കൂട്ടുകയാണെങ്കിൽ വില കൂട്ടുകയാണ് എന്ന് തന്നെ പറയണം. ഇത് ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ കേട്ടാലും മനസ്സിലാകാത്ത രീതിയിൽ കുറേ വാക്യങ്ങൾ കൂട്ടിച്ചേർത്താൽ അത് ബജറ്റാകില്ല, ബജറ്റ് അവതരണമാകില്ല എന്ന് ബഹുമാനപ്പെട്ട ശ്രീ KN ബാലഗോപാലിനോട് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.